ഹായ്, നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ നോക്കിയാലോ? ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മല്ലിയില ഇത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഈ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി പകുതി നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ റൈസ് തയ്യാറാക്കാനായിട്ട് നോക്കാം. ഇതിനായിട്ട് ഞാൻ ബർദമാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റൈസാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു 2 കപ്പോളം ഞാൻ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഗീ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നും കൂടെ ചേർത്ത് കൊടുത്ത് നിറം മാറി എന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് റൈസിലേക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്തതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം അരമുറി നാരങ്ങയുടെ നീര് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരികൾ തമ്മിൽ കൂട്ടി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അതിനുശേഷം നമുക്കിത് വേവാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വശം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ സവാള കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് സവാളയും ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7 സവാള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു നല്ലോണം പഴുത്ത 5 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാല എല്ലാം കവർ ചെയ്യുന്ന ഇത് വരുന്ന തരത്തിൽ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനുള്ള പാത്രം എടുത്ത് ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറായി മസാല ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയറായി നമുക്ക് വീണ്ടും നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ ബാക്കി മല്ലിയില കൂടെ അതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ മസാലയും റൈസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്